Next, we are moving to the last topic of fifth module, that is D'Alembert's principle. D'Alembert's principle എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ലോൻ്റെ ഒരു അപ്ലിക്കേഷൻ ലെവൽ തിയറിയാണ്. അതിൽ 3 പ്രാവശ്യം നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് 5 മാർക്കിൻ്റെ തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് D'Alembert's പ്രിൻസിപ്പിൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 5 മാർക്കിൻ്റെ തിയറി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ മിനിമം 5 പോയിൻറ്റ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത്. അപ്പോൾ 5 പോയിൻ്റ് ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. മിനിമം നിങ്ങൾ ഈ 5 പോയിൻ്റെങ്കിലും എഴുതിയെങ്കിൽ നിങ്ങൾക്ക് 5 മാർക്കിൻ്റെ പ്രോബ്ലത്തിന് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് 5 മാർക്കിൻ്റെ ഫുള്ള് കിട്ടുള്ളൂ. നമുക്ക് നോക്കാം. ആസ് വി ഓൾ നോ, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് എന്താ? എഫ് ഇസ് ഈക്വൽ ടു എം എനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. ഈ എം എനെ നമ്മൾ ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് കിട്ടാൻ എന്ത് വരും? എഫ് മൈനസ് എം എ ഇസ് ഈക്വൽ ടു 0 എഴുതി. ഇങ്ങനെ എഫ് ഇസ് ഈക്വൽ ടു എം എനെ എഫ് മൈനസ് എം എ ഈക്വൽ ടു 0 എന്ന് എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? D'Alembert's പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതായത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോൻ്റെ ഒരു അപ്ലിക്കേഷനാണ് എന്ത്? D'Alembert's പ്രിൻസിപ്പിൾ. സെക്കൻഡ് പോയിൻ്റാണ്, എ പ്രോബ്ലം ഇൻ ഡൈനാമിക്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എ സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം പ്രോബ്ലം യൂസിങ് ദിസ് പ്രിൻസിപ്പിൾ. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ പറഞ്ഞാൽ എന്താ? ഒരു ബോഡി മൂവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ബോഡി മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലുള്ള ഫോഴ്സിൻ്റെ സം ഓഫ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു എം എന്ന് എഴുതി. D'Alembert's പറഞ്ഞാൽ എന്താ? എം എ എന്ന് പറയുന്നത് തന്നെ ഇറ്റ് സെൽഫ് ഇസ് എ ടൈപ്പ് ഓഫ് ഫോഴ്സ്. അതായത് എം എ എന്ന് പറയുന്നത് ഒരു ഇനേർഷ്യ ഫോഴ്സ് തന്നെയാണ്. ആ ഇനേർഷ്യ ഫോഴ്സ്, സം ഓഫ് ഫോഴ്സ് എടുക്കുന്ന സ്ഥലത്ത് ഈ ഇനേർഷ്യ ഫോഴ്സും കൂടി ആഡ് ചെയ്തിട്ടൊരു സം ഓഫ് ഫോഴ്സ് എടുത്താൽ വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് സം ഓഫ് ഫോഴ്സ് എഴുതുമ്പോൾ നമ്മൾ എന്ത് എഴുതുക? ഈ എഫിനോട് കൂടെ എം എയും കൂടിയും ആഡ് ആക്കിയിട്ട് നമ്മൾ എന്ത് എഴുതുക? ഈക്വൽ ടു 0 എന്ന് എഴുതാം. അപ്പോൾ എ പ്രോബ്ലം ഇൻ ഡൈനാമിക്സ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു സ്റ്റാറ്റിക് ഇക്വിലിബ്രിയം പ്രോബ്ലം. എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് എഴുതുന്നതിന് പകരം ഈ എം എ ഇറ്റ് സെൽഫ് എസ് എ ടൈപ്പ് ഓഫ് ഫോഴ്സ്, ദാറ്റ് ഈസ് ഇനേർഷ്യ ഫോഴ്സ് ആണ്. ഈ ഇനേർഷ്യ ഫോഴ്സിനെ സം ഓഫ് ഫോഴ്സിൻ്റെ കൂട്ടത്തിൽ കൂട്ടിയാൽ നമുക്ക് ഇത് ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇതിൽ മൈനസ് എം എൻ്റെ പേരാണ് എന്ത്? ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത്. മൈനസിലെ മൈനസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആക്സിലറേഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ ഇനേർഷ്യ ഫോഴ്സ് എപ്പോഴും ആക്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ആക്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ. 1, 2, 3 3 പോയിൻ്റായി. നാലാമത്തെ പോയിൻ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ. അപ്പോൾ അതൊരു 5 പോയിൻ്റ് നമുക്ക് നടക്കാൻ വേണ്ടിയിട്ട് ന്യൂട്ടൻ്റെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ലോ നമുക്ക് എല്ലാവർക്കും ബൈ ഹാർട്ട് ആയതുകൊണ്ട് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയും കൂടി നമ്മൾ ഇതിവിടെ ഇൻക്ലൂഡ് ചെയ്യാണ്. എന്താണ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ പറയാൻ. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് എ ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അൺലെസ് ആക്റ്റഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഏജൻസി ഓർ എ ഫോഴ്സ്. ഓക്കെ, അതുകൊണ്ട് തന്നെ എല്ലാ ബോഡി ഹാസ് എ ടെൻഡൻസി, എവറി ബോഡി ഹാസ് എ ടെൻഡൻസി ടു കണ്ടിന്യൂ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. ദിസ് ടെൻഡൻസി ഈസ് കോൾഡ് ഇനേർഷ്യ ഫോഴ്സ്. എല്ലാ ബോഡി, ഇപ്പം നമുക്ക് തന്നെ ഇരിക്കണോട് തന്നെ ഇരുന്നുകൊണ്ടിരിക്കാൻ, അല്ലെങ്കിൽ കിടക്കണോട് തന്നെ കിടക്കാനൊരു ടെൻഡൻസി ഉണ്ട്. എവറി ബോഡി ഹാസ് ഇറ്റ്സ് ടെൻഡൻസി. കണ്ടിന്യൂ ചെയ്തിരിക്കുന്ന വർക്ക് അതേപോലെ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ഈ ടെൻഡൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇങ്ങനെ ടെൻഡൻസിയിൽ ഉണ്ടാകുന്ന അതിൻ്റെ ഫോഴ്സിനെയാണ് നമ്മൾ ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എഫ് മൈനസ് എം എ, ദാറ്റ് ഈസ് എഫ് പ്ലസ് മൈനസ് എം എ ഈക്വൽ ടു 0 എന്ന് എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? D'Alembert's പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ, വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് ദ റിസൾട്ടൻ്റ് ഓഫ് എ സിസ്റ്റം ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി ഇൻ മോഷൻ ഈസ് ഇൻ ഡൈനാമിക് ഇക്വിലിബ്രിയം വിത്ത് ദ ഇനേർഷ്യ ഫോഴ്സ്. എല്ലാ ഫോഴ്സിൻ്റെ സമ്മും കൂടുന്ന കൂട്ടത്തിൽ നമ്മൾ ഈ ഇനേർഷ്യ ഫോഴ്സിനെയും കൂടി ആഡ് ആക്കിയിട്ട് എഴുതും. ഇവിടെ 5 പോയിൻ്റ് ഉണ്ട്, നിങ്ങൾ മറക്കാതെ എഴുതേണ്ട 5 പോയിൻ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോൻ്റെ അപ്ലിക്കേഷനാണ്. എഫ് ഇസ് ഈക്വൽ ടു എം എയിലെ എഫ് മൈനസ് എം എ ഈക്വൽ ടു 0 എന്ന് എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? D'Alembert's പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത്. വെർ മൈനസ് എം എ ഈസ് ദ ഇനേർഷ്യ ഫോഴ്സ് ആൻഡ് ഇനേർഷ്യ ഫോഴ്സ് ആക്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ. 4 പോയിൻ്റ്. അഞ്ചാമത്തെ പോയിൻ്റ് നമുക്ക് എന്ത് എഴുതാം? ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്താ? അതിനെന്താ? ഇനേർഷ്യ, ഒരു ബോഡിക്ക് അതിൻ്റെ റെസ്റ്റിലോ അല്ലെങ്കിൽ യൂണിഫോം മോഷനിലോ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇനേർഷ്യ എന്ന് പറയുന്നത്. 5 മാർക്കിന് ഈ D'Alembert's പ്രിൻസിപ്പിൾ എഴുതാം. ഓക്കെ, ഈ D'Alembert's പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ലിഫ്റ്റിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നത്. മോഷൻ ഓഫ് എ ലിഫ്റ്റ്.
നമ്മൾ ചെറിയ ക്ലാസ്സിൽ +2 ഈ മോഷൻ ഓഫ് ലിഫ്റ്റിൻ്റെ കുറേ പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇക്വേഷൻസും പഠിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഇക്വേഷൻസ് ഒന്നും ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഫിഗർ നമ്മൾ കറക്റ്റായിട്ട് വരച്ചാൽ തന്നെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. ഇത് ലാസ്റ്റ് പ്രോബ്ലമാണ്. ഈ പ്രോബ്ലം ഒരു കാലത്ത്, അതായത് ഈ വരുന്ന 2 യൂണിവേഴ്സിറ്റി എക്സാമിനല്ലാതെ അതിന് തൊട്ട് മുന്നുള്ള കാലത്ത് റിപ്പീറ്റ് ചെയ്തിട്ട് ഈ മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിരുന്ന ഒരു പ്രോബ്ലംസ് ആയിരുന്നു മോഷൻ ഓഫ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. ഇത്തവണയും ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രോബ്ലംസാണ്. മനസ്സിലാക്കി പഠിച്ചാൽ ഏറ്റവും പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ലിഫ്റ്റിൻ്റെ പ്രോബ്ലത്തിൽ നിന്നാണ്. അപ്പോൾ 2 കണ്ടീഷനാണുള്ളത്. നമുക്കറിയാം ലിഫ്റ്റ് വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. അപ്വാർഡ് ഡയറക്ഷൻക്കും മൂവ് ചെയ്യും, ഡൗൺവാർഡ് ഡയറക്ഷൻക്കും മൂവ് ചെയ്യും. ലിഫ്റ്റ് അപ്വാർഡ് ഡയറക്ഷൻക്ക് മൂവ് ചെയ്യുമ്പോഴും ഡൗൺവാർഡ് ഡയറക്ഷൻക്ക് മൂവ് ചെയ്യുമ്പോഴും എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന് നമുക്ക് ആദ്യം ഒന്ന് ചെറുതായിട്ട് ബ്രീഫായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ലിഫ്റ്റിൻ്റെ പ്രോബ്ലം ആണെന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലിഫ്റ്റിൻ്റെ ഫിഗർ വരക്കണം. ലിഫ്റ്റ് ഓർ എലിവേറ്റർ. ഇപ്പോൾ ലിഫ്റ്റിൻ്റെ ഫിഗർ വരക്കാൻ കാരണം ഫിഗറിനുണ്ട് മാർക്ക്. ലിഫ്റ്റിൻ്റെ ഫിഗർ വരക്കുന്നതിന് തന്നെ ഉണ്ട് 1 or 2 മാർക്സ്. 10 ഔട്ട് ഓഫ് 10 2 മാർക്സ് ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ലിഫ്റ്റ് വരക്കാനാണ്. അപ്പോൾ പ്രോബ്ലം വായിച്ചിട്ട് ലിഫ്റ്റാന്ന് കാണുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലിഫ്റ്റിൻ്റെ ഫിഗർ വരച്ചു. ഇനി ലിഫ്റ്റിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുമ്പോൾ നമുക്കറിയാം ലിഫ്റ്റാണ്. അപ്പം ലിഫ്റ്റിന് എല്ലാത്തിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്, ഫ്രീ ബോഡി ഡയഗ്രാം മാർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് വെയിറ്റ് മാർക്ക് ചെയ്യണം, പിന്നെ റിയാക്ഷൻസ് മാർക്ക് ചെയ്യണം, പിന്നെ എക്സ്റ്റേണലി ഏതെങ്കിലും ഫോഴ്സസ് ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യണം. എക്സ്റ്റേണൽ ഫോഴ്സസ് ലൈക്ക് അപ്ലൈഡ് ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സ്, അല്ലെങ്കിൽ ഇനേർഷ്യ ഫോഴ്സ്. ഈ 3 സംഭവങ്ങളാണ് നമുക്ക് മാർക്ക് ചെയ്യാനുണ്ടാവുക. അപ്പോൾ ഇവിടെ ലിഫ്റ്റ് എടുത്തു. നമുക്ക് എല്ലാവർക്കും അറിയാം ലിഫ്റ്റിനൊരു വെയിറ്റ് ഉണ്ടാവും. ലിഫ്റ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഡൗൺവാർഡ് ഡയറക്ഷനിലേക്കാണ് ആക്ട് ചെയ്യുക. ദാറ്റ് ഈസ് വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവാർഡ്. പിന്നെ ലിഫ്റ്റ് എന്ന് പറയുന്നത് റിയാക്ഷൻസ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. റിയാക്ഷൻ എന്ന് പറയുന്നത് ഏതെല്ലാം ഇതിന് നമ്മളെ ബോഡിക്ക് എവിടെയൊക്കെ സപ്പോർട്ട് ഉണ്ടോ ആ സപ്പോർട്ട്സ് എല്ലാം റിമൂവ് ചെയ്യണം. ലിഫ്റ്റ് എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് ഒരു കേബിളിൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ കേബിൾ റിമൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം റോപ്പ്, കേബിള്, ചെയിന് ഇതൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ അതിനൊക്കെ എന്ത് ഫോഴ്സാണ് ഉണ്ടാവുക, ടെൻഷനാണ് ഉണ്ടാവുക. ടെൻഷൻ്റെ ഡയറക്ഷൻ ഓൾവേസ് എവേ ഫ്രം ദ ബോഡി ആയിരിക്കും പോവുക. അപ്പോൾ അപ്വാർഡ് ഡയറക്ഷൻക്ക് ഒരു ടെൻഷൻ ഉണ്ട്. പിന്നെ അടുത്ത് മാർക്ക് ചെയ്യേണ്ടത് എക്സ്റ്റേണൽ ഫോഴ്സാണ്. ഇവിടെ ഏത് ടൈപ്പ് എക്സ്റ്റേണൽ ഫോഴ്സാണ് വരിക, എയറിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സ് ഒന്നും ഉണ്ടാവില്ല, അപ്ലൈഡ് ഫോഴ്സ് ഇല്ല. ഇവിടെ ഉണ്ടാവുന്നത് ഇനേർഷ്യ ഫോഴ്സാണ്. നമുക്കറിയാം ഇനേർഷ്യ ഫോഴ്സ് ആക്ട് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷനാണ് ഇനേർഷ്യ ഫോഴ്സ് അപ്ലൈ ചെയ്യുക. ഓപ്പോസിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. നമ്മൾ ലിഫ്റ്റ് എന്ന് പറയുന്നത് അപ്വാർഡ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇനേർഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത് എവിടേക്കായിരിക്കും മൂവ് ചെയ്യുക, ഡൗൺവാർഡ് ഡയറക്ഷനിലേക്കായിരിക്കും ഇനേർഷ്യ ഫോഴ്സ് മൂവ് ചെയ്യുക. ഇനേർഷ്യ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ് എന്ത്, MA. -MA എന്ന് എഴുതണ്ട, മൈനസിന് പകരമാണ് നമ്മളിത് ഡൗൺവാർഡ് ഡയറക്ഷനിലേക്ക് വരച്ച് ഡയറക്ഷൻ മാർക്ക് ചെയ്ത്. ഇനി ഏതെങ്കിലും ഫോഴ്സ് ഉണ്ടോ, ഇല്ല. ഈ ടോട്ടൽ 3 ഫോഴ്സാണ് ലിഫ്റ്റിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എഴുതുമ്പോൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇവിടെ ഇല്ല. അപ്പോൾ σHൻ്റെ അതായത് സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഇവിടെ എഴുതേണ്ട ആവശ്യമേ ഇല്ല. ഇവിടെ ആകെ എന്ത് മാത്രമേ ഉള്ളൂ, വെർട്ടിക്കൽ ഫോഴ്സാണുള്ളത്. വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ സം ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, 0 എഴുതാം. MA എന്ന് എഴുതാത്ത കാരണം നമ്മൾ MAനെയും കൂടി ഒരു ഫോഴ്സ് ആക്കിയിട്ട് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തതുകൊണ്ട് MAയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് σVയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ σV ഈസ് ഈക്വൽ ടു 0. σV എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, അപ്വാർഡ് ഡയറക്ഷൻക്ക് T പ്ലസ് T, ഡൗൺവാർഡ് ഡയറക്ഷൻക്ക് W മൈനസ് W, ഡൗൺവാർഡ് ഡയറക്ഷൻക്ക് ഇനേർഷ്യ ഫോഴ്സ് വിച്ച് ഇസ് ഈക്വൽ ടു 0. Therefore T is equal to W plus MA. ഇങ്ങനെയൊന്നും സോൾവ് ചെയ്യേണ്ട. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഫിഗർ വരയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവന് സെയിം കേസിൽ നമ്മളെ ലിഫ്റ്റ് മൂവിങ് ഇൻ ഡൗൺവാർഡ് ഡയറക്ഷൻ, ലിഫ്റ്റിൻ്റെ പ്രോബ്ലം എന്ന് കണ്ടപ്പോഴേ നമ്മൾ എന്ത് ചെയ്തു, ലിഫ്റ്റിനെ വരച്ചു. ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് മാർക്ക് ചെയ്തു, വെയിറ്റ് മാർക്ക് ചെയ്തു ഡൗൺവാർഡ് ഡയറക്ഷൻക്ക്. പിന്നെ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട്സ് എല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മളവിടെ ഓരോ ഫോഴ്സിനെ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു കേബിളിലാണ് നമ്മൾ ലിഫ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലിഫ്റ്റിൻ്റെ കേബിളിൻ്റെ അപ്വാർഡ് ഡയറക്ഷൻക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് എക്സ്റ്റേണൽ ഫോഴ്സാണ്. ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് വരുന്നത് ഇനേർഷ്യ ഫോഴ്സാണ്. ലിഫ്റ്റ് ഡൗൺവാർഡ് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്തുണ്ടാവുക, ഇനേർഷ്യ ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഡൗൺവാർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന ലിഫ്റ്റിന് അപ്വാർഡ് ഡയറക്ഷനിലേക്ക് ഇനേർഷ്യ ഫോഴ്സ് ഉണ്ടാവും. ഇനേർഷ്യ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് MA. ഇവിടെ σV ഈക്വൽ ടു 0 എടുക്കുമ്പോൾ നമുക്ക് എന്ത് ഇക്വേഷനാണ് വരിക, മുകളിലേക്ക് T, താഴേക്ക് W,
അപ്വേർഡ് ഡയറക്ഷൻക്ക് MA is equal to 0. നെക്സ്റ്റ് ലിഫ്റ്റിലെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. യൂണിവേഴ്സിറ്റി എക്സാമിന് മുന്നേ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസും നമുക്ക് ബേസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും. ഫസ്റ്റ് പ്രോബ്ലമാണ് an elevator of total weight 5000 Newton starts to move upward with a constant acceleration of 1 meter per second square. Find the force in the cable during the acceleration motion. Also find the force at the floor of the elevator under the feet of a man of weight 600 Newton when the elevator moves up with the uniform retardation of 1 meter per second square. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ ലിഫ്റ്റിൻ്റെ പ്രോബ്ലം ആണെന്ന് കാണുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലിഫ്റ്റിൻ്റെ ഫിഗർ വരയ്ക്കുക. ഇതാണ് ഫസ്റ്റ് പ്രൊസീജിയർ. ലിഫ്റ്റിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. എലിവേറ്ററാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ലിഫ്റ്റിൻ്റെ പ്രോബ്ലത്തിൽ എത്ര ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ്റെ ഉള്ളിൽ തന്നെ പല പല ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ അവർ ചോദിക്കും. അപ്പോൾ നമ്പർ ഓഫ് ആൻസേഴ്സിൻ്റെ എണ്ണം എത്ര എണ്ണം വേണമെന്ന് കറക്റ്റ് ക്വസ്റ്റ്യൻ വായിച്ച് അണ്ടർസ്റ്റുഡ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ്. ഇവിടെ ഇപ്പോൾ ഒന്ന് ചോദിക്കുന്നത് നമ്മളോട് 2 സംഭവങ്ങളാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഒന്ന്, ഒരു ഫൈൻഡ് ദ ഫോഴ്സ് ഇൻ ദ കേബിൾ, ടെൻഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. അടുത്തത് ഓൾസോ ഫൈൻഡ് ദ ഫോഴ്സ് അറ്റ് ദ ഫ്ലോർ ഓഫ് ദ എലിവേറ്റർ. ഇങ്ങനെ 2 ക്വസ്റ്റ്യൻ, അല്ലാതെ 2 കണ്ടീഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ്റെ ഫിഗറാണ് നമ്മൾ വരയ്ക്കുന്നത്. എലിവേറ്ററിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ലിഫ്റ്റിൻ്റെ വെയിറ്റും അതിൻ്റെ ഉള്ളിലുള്ള ആളുടെ വെയിറ്റിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 5000 ആണ്. വെയിറ്റാണ് തന്നത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ഡൗൺവേർഡ് ഡയറക്ഷൻക്ക് 5000 ന്യൂട്ടൺ മാർക്ക് ചെയ്തു. സ്റ്റാർട്ട്സ് മൂവ് അപ്വാർഡാണ്. നമ്മൾ ലിഫ്റ്റ് മൂവ് ചെയ്യേണ്ടത് എങ്ങോട്ടാ, അപ്വാർഡ് ഡയറക്ഷൻക്ക്. അപ്പോൾ അപ്വാർഡ് എന്ന് കാണുമ്പോഴേ നമ്മൾ എന്ത് മാർക്ക് ചെയ്യുക, ഡൗൺവാർഡ് ഡയറക്ഷൻക്ക് മാസ് ഇൻറ്റു ആക്സിലറേഷൻ, അതായത് ഇനേർഷ്യ ഫോഴ്സ് മാർക്ക് ചെയ്യുക. വിത്ത് എ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ്റെ വാല്യൂ A is equal to 1 meter per second square ആണെന്ന് തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഫോഴ്സ് ഇൻ ദ കേബിൾ ഡ്യൂറിങ് ദ ആക്സിലറേറ്റർ മോഷൻ. അപ്പോൾ ഇതിന് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് ഇനി എന്തും കൂടി വരക്കാനേ ബാക്കിയുള്ളൂ. കേബിളിനൊരു ടെൻഷൻ ഉണ്ടാവും അപ്വാർഡ് ഡയറക്ഷൻ കിട്ടി. ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ലിഫ്റ്റ് റെഡിയായി. നമുക്ക് എന്ത് എഴുതാം, സിഗ്മ V is equal to 0 എഴുതാം. വെർട്ടിക്കൽ ഫോഴ്സ് ഏതൊക്കെയാണ് വരുന്നത്, T അപ്വാർഡ് ഡയറക്ഷൻക്ക് -5000, ഡൗൺവാർഡ് ഡയറക്ഷൻക്ക് MA എന്ന് പറയുന്നത് ഡൗൺവാർഡ് ഡയറക്ഷൻക്ക് -MA = 0. T അൺനോൺ ആണ്. T is equal to 5000 + MA. MA എന്ന് പറയുന്നത് എന്താ, മാസ് എന്ന് പറയുന്നത് നമുക്കറിയാം. വെയിറ്റ് is equal to M × G ആണ്. അപ്പം മാസ് is equal to നമുക്ക് എന്ത് എഴുതാം, W/G എഴുതാം. ബേസ്ഡ് ഓൺ ദിസ് ഇക്വേഷൻ ഇവിടെ മാസിന് നമ്മൾ എന്തെഴുതി, 5000 ഡിവൈഡഡ് ബൈ 9.81 ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുന്നത് 1 ആണ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷൻ is equal to 5510.2 ന്യൂട്ടൺ എന്ന് കിട്ടി. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. രണ്ടാമത് ചോദിച്ചത് എന്താ, ഫൈൻഡ് ദ ഫോഴ്സ് അറ്റ് ദ ഫ്ലോർ ഓഫ് ദ എലിവേറ്റർ അണ്ടർ ദ ഫീറ്റ് ഓഫ് എ മാൻ. രണ്ടാമത്തെ പ്രോബ്ലത്തിന് അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ രണ്ടാമത് വേറൊരു ലിഫ്റ്റിൻ്റെ ഫിഗർ വരച്ചു. ഇങ്ങനെ എത്രത്തോളം ആൻസർ കണ്ടുപിടിക്കണോ അത്രത്തോളം ലിഫ്റ്റിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാംസ് നമ്മൾ വരച്ചിരിക്കണം. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഫോഴ്സ് അറ്റ് ദ ഫ്ലോർ ഓഫ് ദ എലിവേറ്റർ, അതായത് എലിവേറ്ററിൻ്റെ ഉള്ളിൽ ഒരു മാൻ ഉണ്ട്. അയാളുടെ വെയിറ്റാണ് എന്ത്, 600 ന്യൂട്ടൺ എന്ന് പറയുന്നത്. നമ്മൾ തിയറിയിൽ പഠിച്ചത് ലിഫ്റ്റിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കാനാണ്. ലിഫ്റ്റ് അപ്വാർഡും ലിഫ്റ്റ് ഡൗൺവാർഡും മൂവ് ചെയ്യുമ്പോൾ ലിഫ്റ്റിൻ്റെ ഇനർഷ്യ ഉണ്ടാവും. അതേപോലെ ലിഫ്റ്റിൻ്റെ ഉള്ളിലുള്ള ഒരാളുടെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെങ്കിൽ പിന്നെ ഇതിൻ്റെ പുറത്തുള്ള ലിഫ്റ്റ് നമ്മൾ നോക്കണ്ട, ഇയാളെ മാത്രം നമ്മൾ വരച്ചാൽ മതി. നമ്മളിവിടെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുമ്പോഴും ഇതിൻ്റെ ഉള്ളിലുള്ള മനുഷ്യൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം മാത്രമാണ് നമ്മൾ വരക്കുക. അപ്പോൾ ഇയാളാദ്യം നമ്മൾ വരച്ചു, ലിഫ്റ്റ് അവിടെ ഉണ്ടായിക്കോട്ടെ, ഇയാളെ നമ്മൾ ആദ്യം വരച്ചു. ഈ മനുഷ്യൻ്റെ വെയിറ്റ് ഡൗൺവാർഡൊക്കെ 600 ആണെന്ന് മാർക്ക് ചെയ്തു. ഇതേ മാന് സപ്പോർട്ട്, ഇയാളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫ്ലോറിലാണ്. ഈ ഫ്ലോറിൽ നമ്മൾ എന്ത് വരയ്ക്കണം, ഫ്ലോർ റിമൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു റിയാക്ഷൻ വരും. റിയാക്ഷൻ എന്ന് പറഞ്ഞത് അപ്വാർഡ് ഡയറക്ഷൻക്കാണ് റിയാക്ഷൻ വരിക. ഈ റിയാക്ഷനെ നമ്മൾ മുകളിലേക്ക് കയറ്റി വരച്ചു. അപ്വാർഡ് ഡയറക്ഷൻക്ക് ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. പിന്നെ ഈ മനുഷ്യൻ എന്താണ്, എ മാൻ വെയിങ് 600 ന്യൂട്ടൺ വെൻ ദ എലിവേറ്റർ മൂവ്സ് അപ്പ് എന്നാ. അപ്വാർഡ് ഡയറക്ഷൻക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഡൗൺവാർഡ് ഡയറക്ഷൻക്ക് എന്തുണ്ടാവും, ഒരു ഇനേർഷ്യ ഫോഴ്സ് ഉണ്ടാവും. ദാറ്റ് ഈസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ആർക്കാണ് ഇനേർഷ്യ ഫോഴ്സ് ഉണ്ടാകുന്നത്,
ലിഫ്റ്റിനൊരു ഇനേർഷ്യ ഫോഴ്സ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരാളുണ്ടെങ്കിൽ അയാൾക്കൊരു ഇനേർഷ്യ ഫോഴ്സ് ഉണ്ട്. ഇവിടെ നമ്മൾ ലിഫ്റ്റിൻ്റെ കേസല്ല, ആളിനെ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ ഇനേർഷ്യ ഫോഴ്സാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മൾ ചോദിച്ചില്ലേ ഫോഴ്സ് അറ്റ് ദ ഫ്ലോർ ഓഫ് എലിവേറ്റർ. ഫോഴ്സ് അറ്റ് ദ ഫ്ലോർ ഓഫ് എലിവേറ്റർ എന്ന് പറഞ്ഞാലും പ്രഷർ by a man and pressure at the floor of elevator by a man എന്ന് പറഞ്ഞാലും റിയാക്ഷൻ എന്ന് പറഞ്ഞാലും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ? എല്ലാ കേസിലും അവർ നമ്മളോട് ചോദിക്കുന്നത് ആറാ. ഫൈൻഡ് ദ റിയാക്ഷൻ. ഈ ആറിൻ്റെ ഡിഫറെൻറ്റ് പേരുകളാണ് എന്ത്? വാട്ട് ഈസ് ദ ഫോഴ്സ് അറ്റ് ദ ഫ്ലോർ ഓഫ് എലിവേറ്റർ അണ്ടർ ദ ഫീറ്റ് ഓഫ് എ മാൻ, വാട്ട് ഈസ് ദ പ്രഷർ അറ്റ് ദ ഫ്ലോർ ഓഫ് എലിവേറ്റർ. ഇതെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ റിയാക്ഷൻ ആർ എന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചത് ഫോഴ്സ് അറ്റ് ദ ഫ്ലോർ ഓഫ് എലിവേറ്റർ, ദാറ്റ് ഈസ് ആറ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. നമ്മൾ മനുഷ്യൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. ലിഫ്റ്റിൻ്റെ അല്ല ഇവിടെ വരച്ചത്, ലിഫ്റ്റിൻ്റെ ഉള്ളിലുള്ള ആളുടെ ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പോൾ ഇയാളുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ എന്തെഴുതും? സിഗ്മ വി ഈക്വൽ ടു 0, ദാറ്റ് ഈസ് അപ്വേർഡ് ഡയറക്ഷൻക്ക് ഒരു 6, ഡൗൺവേർഡ് ഡയറക്ഷൻക്ക് 600, ഡൗൺവേർഡ് ഡയറക്ഷൻക്ക് MA ഇസ് ഈക്വൽ ടു 0. ഇവിടെ യൂണിഫോം റിട്ടാർഡേഷൻ ഓഫ് 1 മീറ്റർ എന്നാണ്. അതായത് ആക്സിലറേഷൻ തന്നിരിക്കുന്നത് ആക്സിലറേഷൻ അല്ല, റിട്ടാർഡേഷൻ ആണ്. നമുക്കറിയാം ആക്സിലറേഷൻ പോസിറ്റീവ് ആണെങ്കിൽ റിട്ടാർഡേഷൻ നമ്മൾ മൈനസ് കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്തത്, ദാറ്റ് ഈസ് -1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് തന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ R ഇസ് ഈക്വൽ ടു 600 പ്ലസ് MA, ദാറ്റ് ഈസ് 600 പ്ലസ് ഇവിടുത്തെ മാസ് എന്ന് പറയുന്നത് ലിഫ്റ്റിൻ്റെ മാസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഇവിടെ ലിഫ്റ്റ് അല്ല ചോദിച്ചത്, ഇവിടെ നമ്മളുടെ ഫീറ്റ് ഓഫ് എ മാൻ ആണ് ചോദിച്ചത്. അപ്പോൾ ഇയാളുടെ ഇനേർഷ്യ ഫോഴ്സ് ഇയാളുടെ വെയ്റ്റിനാണ് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇയാളുടെ വെയിറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ മാസ് എടുക്കുമ്പോൾ 600 ഡിവൈഡഡ് ബൈ 9.81 ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇവിടെ റിട്ടാർഡേഷൻ ആയതുകൊണ്ട് -1. ഇത് നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 538.74 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, 2 ആൻസറായി. 2ന് യൂണിറ്റ് എഴുതണം നിർബന്ധമാണ്. അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. എലിവേറ്റർ ഓഫ് ഗ്രോസ് മാസ്. ഇവിടെ ശ്രദ്ധിക്കുക, മാസ് ആണ് തന്നിട്ടുള്ളത്, വെയിറ്റ് അല്ല. 500 കിലോഗ്രാം സ്റ്റാർട്ട്സ് ടു മൂവിങ് അപ്വേർഡ് വിത്ത് എ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ആൻഡ് അക്വയർസ് എ വെലോസിറ്റി ഓഫ് 2 മീറ്റർ പെർ സെക്കൻഡ് ആഫ്റ്റർ ട്രാവലിംഗ് എ ഡിസ്റ്റൻസ് ഓഫ് 3 മീറ്റർ. ഫൈൻഡ് ദ പുൾ ഇൻ ദ കേബിൾ ഡ്യൂറിങ് ദ ആക്സിലറേറ്റഡ് മോഷൻ. ഇവിടെ പുൾ ഇൻ ദ കേബിൾ എന്ന് പറഞ്ഞാലും ഫോഴ്സ് ഇൻ ദ കേബിൾ എന്ന് പറഞ്ഞാലും ടെൻഷൻ ഇൻ ദ കേബിൾ എന്ന് പറഞ്ഞാലും എല്ലാം പറയുന്നത് എന്താ? ടീനെയാണ് പറയുന്നത്. ഓക്കെ, ഡ്യൂറിങ് ദ ആക്സിലറേറ്റഡ് മോഷൻ. ഇഫ് ദ എലിവേറ്റർ വെൻ സ്റ്റോപ്പിംഗ് മൂവ്സ് വിത്ത് എ കോൺസ്റ്റൻറ്റ് ഡീസിലറേഷൻ ഫ്രം എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഓഫ് 2 മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് കംസ് ടു റെസ്റ്റ് ഇൻ 2 seconds. Calculate the force transmitted by a man of 75 kilogram in the floor during stopping. ഇതേ ടൈപ്പ് പ്രോബ്ലം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ഇതിപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ 2 സംഭവങ്ങളാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഒരു ഫൈൻഡ് ഇവിടെ ഉണ്ട്, അടുത്തത് കാൽക്കുലേറ്റ് ദ ഫോഴ്സ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 ക്വസ്റ്റ്യനാണ്. ഇതിലൊരു ക്വസ്റ്റ്യനായിട്ട് മാത്രം ഒരു പ്രാവശ്യം 5 മാർക്കിനും ഒരു പ്രാവശ്യം 10 മാർക്കിനും നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലിഫ്റ്റിൻ്റെ പ്രോബ്ലം ആണെന്ന് കാണുമ്പോഴേ നമ്മൾ എന്ത് ചെയ്തു? ഒരു ലിഫ്റ്റിൻ്റെ ഫിഗർ വരച്ചു. 2 ആൻസർ ഇവിടെ കണ്ടുപിടിക്കാണ്ട് ഫസ്റ്റ് ആൻസറിനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എലിവേറ്ററിൻ്റെ ഗ്രോസ് മാസ് ആണ് 500. അപ്പോൾ വെയിറ്റ് മാസ്സാണ് തന്നത്. അപ്പോൾ വെയിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്തെഴുതി? 500 ഇൻറ്റു 9.81. മൂവിങ് അപ്വാർഡാണ്, അപ്വാർഡേക്കാണ് മൂവ് ചെയ്യേണ്ടതെന്ന് കാണുമ്പോഴേ നമ്മൾ എന്ത് ചെയ്തു? ഡൗൺവാർഡ് ഡയറക്ഷൻക്ക് ഇനേർഷ്യ ഫോഴ്സ് മാർക്ക് ചെയ്തു വിത്ത് എ കോൺസ്റ്റൻറ്റ് ആക്സിലറേഷൻ ആൻഡ് അക്വേഴ്സ്. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ തരുന്ന പകരം ഇവിടെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വെലോസിറ്റിയും വീൻ്റെ വാല്യൂ 2 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നും ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് 3 മീറ്റർ ആണെന്നാണ് തന്നത്. ഫൈൻഡ് ദ പുൾ ഇൻ ദ കേബിൾ. ഞാൻ പറഞ്ഞിട്ടുണ്ട് പുള്ളെന്ന് പറഞ്ഞാലും ടെൻഷൻ എന്ന് പറഞ്ഞാലും ഒക്കെ ഒന്നാണ്. ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇവിടെ ഒരു ടെൻഷൻ ഉണ്ടാവും. ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. ഓക്കെ, നമുക്കറിയാം നമ്മളെ മുന്നേ ഇക്വേഷൻ എഴുതിയ പോലെ സിഗ്മ വി ഈക്വൽ ടു 0ൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ എന്തെഴുതും? T -500 ഇൻറ്റു 9.81
മൈനസ് എം എ ഇസ് ഈക്വൽ ടു 0 എഴുതും. ദാറ്റ് ഈസ് ടി ഇസ് ഈക്വൽ ടു 500 ഇൻറ്റു 9.81 പ്ലസ് എം എന്ന് പറയുന്നത് എന്താ വരിക, മാസ്സാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഗ്രോസ് മാസ് തന്നെയാണ് തന്നിട്ടുള്ളത് 500. അപ്പോൾ 500 മാസ് എഴുതി ഇൻറ്റു ആക്സിലറേഷൻ എഴുതണം. ആക്സിലറേഷൻ ഇവർ നമുക്ക് തരുന്ന പകരം ഇവർ കുറച്ച് ട്വിസ്റ്റ് ചെയ്തിട്ട് ആക്സിലറേഷൻ കണ്ടുപിടിക്കാനുള്ള കുറച്ച് വാല്യൂസാണ് തന്നത്. നമുക്കറിയാം നമ്മളെടുത്ത ആകെ ടോട്ടൽ 3 മോഷൻസിൻ്റെ ഇക്വേഷൻസാണ് ഉള്ളത്. ഒന്ന് നമുക്കറിയാം വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ള ഇക്വേഷൻ അറിയാം, അല്ലെങ്കിൽ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നുള്ള ഇക്വേഷൻ അറിയാം, അല്ലെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ. ഈ 3 ഇക്വേഷൻസിലുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷൻ വെച്ചാൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഡീറ്റെയിൽസേ നമുക്ക് ഈ ലിഫ്റ്റിൻ്റെ പ്രോബ്ലത്തിൽ അവർ തരുള്ളൂ. അപ്പോൾ നോക്കുക, ഇതിലെ ഫസ്റ്റ് ഇക്വേഷൻ ആണോ സെക്കൻഡ് ഇക്വേഷൻ ആണോ ഇവിടെ കൂടുതൽ ആപ്റ്റ് ആവാൻ നോക്കി. ഫസ്റ്റ് ഇക്വേഷൻ നോക്കിയപ്പോൾ ടി ഉണ്ട്, ടൈം നമുക്കിവിടെ തന്നിട്ടില്ല, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ പറ്റില്ല. സെക്കൻഡ് ഇക്വേഷൻ നോക്കി, സെക്കൻഡ് ഇക്വേഷനിൽ ഒരുവിധ എല്ലാ സംഭവങ്ങളും നമ്മളെ കയ്യിലുണ്ട്. അതായത് സെക്കൻഡ് ഇക്വേഷൻ ഉണ്ട്, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as, ദാറ്റ് ഈസ് ഫൈനൽ വെലോസിറ്റി. 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു യു ഇനീഷ്യൽ വെലോസിറ്റി 0 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ആക്സിലറേഷൻ അറിയില്ല, കണ്ടുപിടിക്കണം, എസ് 3 തന്നു. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 4/6 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഈ ആക്സിലറേഷൻ്റെ വാല്യൂ നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4/6 നമുക്ക് ടീൻ്റെ വാല്യൂ ഇസ് ഈക്വൽ ടു 5238.33 ന്യൂട്ടൺ എന്ന് കിട്ടും. ഫസ്റ്റ് ഇക്വേഷൻ യൂണിറ്റ് എഴുതാൻ മറക്കരുത്, ഫോഴ്സസ് എല്ലാം ന്യൂട്ടണിലായിരിക്കും. ഫസ്റ്റ് പ്രോബ്ലം കഴിഞ്ഞു. രണ്ടാമത്തേത്, ഇഫ് ദ എലിവേറ്റർ വെൻ സ്റ്റോപ്പിംഗ് മൂവ്സ് വിത്ത് എ കോൺസ്റ്റൻറ്റ് ഡീസിലറേഷൻ from a constant velocity of 2 meter per second and come to rest in 2 seconds. Calculate the force transmitted. ഞാൻ പറഞ്ഞു ഫോഴ്സ് ട്രാൻസ്മിറ്റഡ് ബൈ ദ മാൻ എന്ന് പറഞ്ഞാലും പ്രഷർ ട്രാൻസ്മിറ്റഡ് ബൈ ദ മാൻ എന്ന് പറഞ്ഞാലും ഒക്കെ എന്താ, റിയാക്ഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ലിഫ്റ്റിൻ്റെ കാര്യമല്ല ചോദിച്ചത്, അതിൻ്റെ ഉള്ളിലുള്ള ആളിൻ്റെ കാര്യമാണ് ചോദിച്ചത്. എന്നാലും ലിഫ്റ്റ് അവിടെ നിന്നോട്ടെ. അതിൻ്റെ ഉള്ളിലൊരു മനുഷ്യൻ നിൽക്കുന്നുണ്ട്, ഒരു മാൻ നിൽക്കുന്നുണ്ട്. അയാളുടെ വെയിറ്റ് അല്ല മാസ്സാണ് 75 കിലോഗ്രാം. അപ്പോൾ നമ്മൾ വെയിറ്റ് 75 ഇൻറ്റു 9.81 എന്ന് മാർക്ക് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ മൂവ്സ് അപ്പ് വിത്ത് എ കോൺസ്റ്റൻ്റ് ഡീസിലറേഷനാണ്. ഡീസിലറേഷൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഡൗൺവേർഡ് ഡയറക്ഷൻക്കാണ്. മൂവ്സ് അപ്പ് വിത്താണ്, മൂവ്സ് അപ്പ് വിത്ത് എ കോൺസ്റ്റൻറ്റ് ഡീസിലറേഷൻ. അപ്വേർഡ് എന്ന് കാണുമ്പോഴേ നമ്മൾ എന്തെഴുതു, ഡൗൺവേർഡ് ഡയറക്ഷൻക്ക് ഒരു എം എ മാർക്ക് ചെയ്തു. പിന്നെ റിയാക്ഷനാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. ഈ താഴെയുള്ള സപ്പോർട്ട് റിമൂവ് ചെയ്യുമ്പോൾ മുകളിലേക്ക് ഒരു റിയാക്ഷൻ വരും, ഈ റിയാക്ഷനാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, വെൻ സ്റ്റോപ്പിംഗ് മൂവ്സ് അപ്പ് വിത്ത് എ കോൺസ്റ്റൻറ്റ് ഡീസിലറേഷൻ ഫ്രം എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി യു ഇസ് ഈക്വൽ ടു എന്താ തന്നിട്ടുള്ളത്, യു ഇസ് ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. കം ടു റെസ്റ്റ് ഇൻ ടി സെക്കൻഡ് ഇസ് ഈക്വൽ ടു 2 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. വി ഇസ് ഈക്വൽ ടു റെസ്റ്റിലേക്ക് പോവുകയാണ്, അപ്പോൾ 0 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് വേണം, ആക്സിലറേഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ 3 ഇക്വേഷൻ നോക്കി, ഇതിൽ ഏത് വാല്യൂ ആണ് ആപ്റ്റ് ആവുക, മൂന്നാമത്തേത് ആപ്റ്റ് അല്ല, രണ്ടാമത്തേത് ആപ്റ്റ് അല്ല. ഫസ്റ്റ് ഇക്വേഷനാണ് കുറച്ചും കൂടി ആപ്റ്റ് ആവുന്നത്. ദാറ്റ് ഈസ് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇനീഷ്യൽ വെലോസിറ്റി ഫൈനൽ വെലോസിറ്റി ആണ് 0, ഇനീഷ്യൽ വെലോസിറ്റി u2 പ്ലസ് എ അറിയില്ല, ടി ഇസ് ഈക്വൽ ടു 2 സെക്കൻഡ്. ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു നമുക്ക് -1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. അപ്പം ഇങ്ങനെ ആക്സിലറേഷൻ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് സിഗ്മ വി ഇസ് ഈക്വൽ ടു 0. ഫിഗർ നോക്കി, അപ്വേർഡ് ഡയറക്ഷൻക്ക് എന്തുണ്ട്, റിയാക്ഷൻ ഉണ്ട്. -75 ഇൻറ്റു 9.81 മൈനസ് എം എ ഇസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ആർ ഇസ് ഈക്വൽ ടു 75 ഇൻറ്റു 9.81 പ്ലസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ദാറ്റ് ഈസ് 75 ഇൻറ്റു 9.81 പ്ലസ് മാസ് എന്ന് പറയുന്നത്, മാസ്സാണ് ഡയറക്റ്റ് 75 തന്നത്. 75 ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഡീസിലറേഷനാണ്, -1 നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മളുടെ ആൻസർ എന്ത് കിട്ടും, 660.75
ന്യൂട്ടൺ എന്ന് കിട്ടി. ഓക്കെ, ഈസിയാണെന്ന് വിചാരിക്കുന്നു. രണ്ട് ടൈപ്പ് ഒന്ന് ഡയറക്റ്റ് ആക്സിലറേഷൻ തന്നിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കും, അല്ലെങ്കിൽ ആക്സിലറേഷൻ്റെ വാല്യൂസ് ഈ 3 ഇക്വേഷൻസിൽ ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന തരത്തിൽ കുറച്ച് വാല്യൂസ് തന്നിട്ടാണ് നമ്മളോട് ചോദിക്കുക. ഒന്ന് ട്വിസ്റ്റ് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ കൺഫ്യൂഷനാക്കാൻ ചോദിക്കുന്നതാണ് ഒന്ന് ഡീസിലറേഷനും റിട്ടാർഡേഷനൊക്കെ വരുമ്പോൾ ആക്സിലറേഷൻ്റെ വാല്യൂവിൽ നമ്മൾ മൈനസ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അത്ര മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അടുത്തൊരു പ്രോബ്ലം, ഈ പ്രോബ്ലം ഈസിയാണ്, ഒന്ന് നമുക്ക് ചെയ്തു നോക്കാം. ആൻ എലിവേറ്റർ ഓഫ് മാസ് 500 kg ഈസ് അസെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് മൂവിങ് അപ്വാർഡ് with an acceleration of 3 meter per second square. During this ascent, its operator, whose mass is 70 kg and standing on the scale placed on the floor. സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സാധാരണ ഡ്രോയിങ് ചെയ്യുന്ന സ്കെയിലാണോ? അല്ല, വെയിങ് മെഷീനാണ് നമ്മൾ സ്കെയിൽ എന്ന് പറയുന്നത്. വെയിറ്റ് നോക്കുന്ന മെഷീനാണ് നമ്മൾ എന്ത് പറയുക? സ്കെയിൽ എന്ന് പറയുന്നത്. What is the scale reading and what will be the total tension in the cable of the elevator during this motion? ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എലിവേറ്ററിൻ്റെ മാസ് 500 ആണെന്നും അതിൻ്റെ ഉള്ളിലുള്ള ആളുടെ മാസ് 70 ആണെന്നും സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഇവിടെ തന്നിരിക്കുന്നത് നോക്കുക, ഗ്രോസ് മാസ് അല്ലെങ്കിൽ ടോട്ടൽ വെയ്റ്റ് ഓഫ് ആണ് തന്നെ. ടോട്ടൽ വെയ്റ്റ് അല്ലെങ്കിൽ ഗ്രോസ് മാസ് എന്നൊക്കെ പറയുന്നത് എന്താ? എലിവേറ്ററിൻ്റെ വെയ്റ്റും അതിൻ്റെ ഉള്ളിലുള്ള ഓപ്പറേറ്ററിൻ്റെ വെയ്റ്റും കൂടി ആഡ് ചെയ്തിട്ടുള്ള വെയ്റ്റാണ് മുന്നുള്ള 2 പ്രോബ്ലത്തിലും തന്നത്. ഇവിടെ എന്താ? എലിവേറ്ററിൻ്റെ മാത്രം 500 എന്നും അതിൻ്റെ ഉള്ളിലുള്ള ഓപ്പറേറ്ററിൻ്റെ 70 ആണെന്ന് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ 2 ക്വസ്റ്റ്യനാണുള്ളത്. സ്കെയിൽ റീഡിങ് എന്താണെന്നുള്ള ക്വസ്റ്റ്യനും ഉണ്ട്, വാട്ട് വിൽ ബി ദ ടോട്ടൽ ടെൻഷൻ എന്താണെന്നുള്ള ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പോൾ നമ്മൾ 2 ഫിഗർ വരക്കണം. എലിവേറ്ററിൻ്റെ പ്രോബ്ലം ആണെന്ന് കാണുമ്പോഴേ നമ്മൾ എന്ത് ചെയ്തു? ഒരു എലിവേറ്ററിൻ്റെ ഫിഗർ വരച്ചു. ആദ്യം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ സ്കെയിൽ റീഡിംഗ് ആണ്. നമുക്കറിയാം വെയിങ് മെഷീനിൽ നമ്മളുടെ വെയിറ്റ് ആണ് കാണിക്കുക, എലിവേറ്ററിൻ്റെ വെയിറ്റ് അല്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഓപ്പറേറ്ററെ ഒരു വെയിങ് മെഷീനിലാണ് കയറി നിൽക്കുന്നത്. ഓക്കെ, ഈ വെയിങ് മെഷീനിൽ ഇയാളുടെ വെയിറ്റ് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യും. ഡൗൺവേർഡ് ഡയറക്ഷനിക്ക് വെയിറ്റ് എന്ന് പറയുന്നത് മാസ് 70 ആണെങ്കിൽ വെയിറ്റ് 70 × 9.81 മാസ്സാണ് തന്നത്. എപ്പോഴും മാസ്സാണോ വെയിറ്റ് ആണോ തന്നതെന്ന് സ്പെസിഫൈ ചെയ്ത് നോക്കണം. 70 × 9.81. അപ്വാർഡ് ഡയറക്ഷനിക്ക് ഒരു റിയാക്ഷൻ ഉണ്ടാവും. സ്കെയിൽ റീഡിങ് കാണിക്കുന്നത് നമുക്ക് അപ്വാർഡ് ഡയറക്ഷനിലുള്ള റിയാക്ഷനാണ് നമ്മൾ സ്കെയിൽ റീഡിംഗ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ അസെൻഡിങ് ആണ്. അപ്വാർഡ് ഡയറക്ഷൻ ആകുമ്പോൾ ഡൗൺവാർഡ് ഡയറക്ഷനിലേക്കും എന്തുണ്ടാവുക? ഇനേർഷ്യ ഫോഴ്സ് ഉണ്ടാവുക. നമ്മൾ ഇക്വേഷൻ എഴുതും, സിഗ്മ വി ഈസ് ഈക്വൽ ടു വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ സം ഈക്വൽ ടു 0, ദാറ്റ് ഈസ് അപ്വാർഡിൽ R മൈനസ് 70 × 9.81 മൈനസ് M × A ഈസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് R ഈസ് ഈക്വൽ ടു 70 × 9.81 പ്ലസ് M മാസ്, നമ്മളുടെ മാസ് എത്ര? 70 ഇൻറ്റു ആക്സിലറേഷൻ്റെ വാല്യൂ A ഈസ് ഈക്വൽ ടു 3 meter per second square ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 3 ഇത് എഴുതുമ്പോൾ നമുക്ക് ആറിൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു 896.7 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം ആൻസർ ആയി. ഇനി അടുത്തത് വാട്ട് വിൽ ബി ദ ടോട്ടൽ ടെൻഷൻ ഇൻ കേബിളിൻ്റെ ടെൻഷനാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ വരക്കേണ്ട ഫ്രീ ബോഡി ഡയഗ്രാം ആരുടെ ആയിരിക്കണം? ലിഫ്റ്റിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം. ഇവിടെ നമ്മൾ വരച്ചത് ഇയാളുടെ ഫ്രീ ബോഡി ഡയഗ്രാം, ഇവിടെ ലിഫ്റ്റിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം. ലിഫ്റ്റിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുമ്പോൾ ആദ്യം ഫുള്ള് ലിഫ്റ്റിൻ്റെ വെയിറ്റ് വരക്കണം. ലിഫ്റ്റിൻ്റെ വെയിറ്റ് മുകളിലേക്ക് എന്തുണ്ടാവും? കേബിളിൻ്റെ ടെൻഷൻ ഉണ്ടാവും. ലിഫ്റ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ടോട്ടൽ വെയിറ്റാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ ടോട്ടൽ വെയിറ്റ് ഡയറക്റ്റ് തന്നിട്ടില്ല, സെപ്പറേറ്റ് വെയിറ്റുകളാണ് തന്നത്, അല്ലെങ്കിൽ സെപ്പറേറ്റ് മാസ്സാണ് തന്നത്. 500 എന്ന് പറയുന്നത് ലിഫ്റ്റിൻ്റെ മാത്രം മാസും പ്ലസ് 70 എന്ന് പറയുന്നത് എന്ത്? അതിൻ്റെ ഉള്ളിലുള്ള ഓപ്പറേറ്ററിൻ്റെ മാസും. ഇത്രയും വെയിറ്റാണ് ലിഫ്റ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇൻറ്റു 9.81. സെഗെയിൻ മൂവിങ് അസെൻഡ് ചെയ്യാണ്, അതായത് അപ്വാർഡ് ഡയറക്ഷനിക്ക് മൂവ് ചെയ്യുന്നതുകൊണ്ട് ഡൗൺവാർഡ് ഡയറക്ഷനിക്ക് മാസ് ഇൻറ്റു ആക്സിലറേഷൻ, അപ്വാർഡ് ഡയറക്ഷനിക്ക് ടെൻഷൻ. ഇവിടുത്തെ മാസ് എന്ന് പറയുന്നത് ഏത് മാസം എടുക്കുക? ലിഫ്റ്റിൻ്റെ മാസോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ആളെ മാസമാണോ?
ലിഫ്റ്റിൻ്റെ മാസും ആളുടെ മാസും, അതായത് 500 എന്ന് പറഞ്ഞ ലിഫ്റ്റും 70 എന്ന് പറഞ്ഞ ലിഫ്റ്റിൻ്റെ മാസും ആളുടെ മാസും കൂടി ആഡ് ചെയ്തിട്ട് വേണം മാസ് എടുക്കാൻ. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എഴുതുമ്പോൾ സിഗ്മ വി ഈസ് ഈക്വൽ ടു 0. അപ്വേർഡ് ഡയറക്ഷൻക്ക് ടി മൈനസ് 500 plus 70 into 9.81 minus ma equal to 0. That is t is equal to 500 plus 70 into 9.81 plus m എന്ന് പറയുന്നത് ആരുടെ മാസാ? ഇവിടെ ലിഫ്റ്റിൻ്റെ ഗ്രോസ് മാസാണ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് 500 plus 70 ഗ്രോസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുന്നത് 3. ഇത് ചെയ്യുമ്പോൾ നമ്മളുടെ ആൻസർ ഇസ് ഈക്വൽ ടു 7301.7 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, 2 ആൻസറായി. 2നും യൂണിറ്റ് എഴുതാൻ മറക്കരുത്. സ്കെയിൽ റീഡിംഗ് എന്ന് പറഞ്ഞാലും റിയാക്ഷൻ എന്ന് പറഞ്ഞാലും സ്കെയിൽ റീഡിംഗ് ദാറ്റ് ഈസ് വെയിങ് മെഷീൻ്റെ റീഡിംഗ് എന്ന് പറഞ്ഞാലും റിയാക്ഷൻ എന്ന് പറഞ്ഞാലും ഫോഴ്സസ് അറ്റ് ദ ഫ്ലോർ ഓഫ് എലിവേറ്റർ എന്ന് പറഞ്ഞാലും എല്ലാം എന്താ കണ്ടുപിടിക്കേണ്ടത്? ആറാണ് കണ്ടുപിടിക്കേണ്ടത്. 6 കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ 5th മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ എല്ലാ വീഡിയോസും കാണുകയാണെങ്കിൽ തന്നെ ഒരു 1 hour and 45 minutes, അതായത് 1.25 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ 5th മൊഡ്യൂൾ ഫുള്ള് കംപ്ലീറ്റ് പഠിച്ചു. ഇത്രയും പഠിച്ചാൽ തന്നെ നിങ്ങളെന്താവും 5th മൊഡ്യൂളിൽ നിന്നുള്ള എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോസ് നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പ്രോബ്ലംസ് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്ത് കണ്ടു പഠിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടെ തന്നെ ചെയ്ത് പഠിക്കുക. കൂടുതൽ പ്രോബ്ലംസ് ടെക്സ്റ്റ് നോക്കി റെഫർ ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ എക്സാം.